ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ASM എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. 2 ഫേസുകളിലായിട്ട് നടന്ന എക്സാം ആയിരുന്നു നമ്മുടെ ASM എക്സാം. ആ ഒരു എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ASM എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ പാഠം, നമ്മൾ പഠിച്ച എക്സാമിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊന്നുമില്ല, ആ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. എവിടെ നിന്നാണ് ആ ചോദ്യങ്ങളെല്ലാം വന്നത് അല്ലേ? നമുക്കറിയാം, നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. 2 വർഷങ്ങളിലായിട്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് എങ്കിൽ 5, 7, 9 ക്ലാസ്സുകളും ഈ പ്രാവശ്യം 6, 8, 10 ക്ലാസ്സുകളും ടെക്സ്റ്റ് ബുക്കുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി കണ്ടന്റുകൾ ആഡ് ചെയ്ത ഒരു പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട്, ചാപ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് SCRTs അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ PSC പരീക്ഷകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SCRT ചാപ്റ്ററുകൾ തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ASM, ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ASM എക്സാമുകളുടെ ഒരു ചോദ്യങ്ങൾ കണ്ടോ. ഫോർ എക്സാമ്പിൾ, ഇത് ASMന് വന്നൊരു ചോദ്യമാണ്. ഈ ചോദിച്ച ചോദ്യം എവിടെ നിന്നാണ് വന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. കണ്ടോ, ഈ ഒരു ചോദ്യം വന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഏറ്റവും പുതിയ 10ാം ക്ലാസ് ടെക്സ്റ്റിൽ നിന്നാണ്. 10ാം ക്ലാസ് ടെക്സ്റ്റിൽ നിന്നാണ് അല്ലെ. ഏറ്റവും പുതിയ 10ാം ക്ലാസ്സിന്റെ ബയോളജി ടെക്സ്റ്റിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. അതായത് ഈ ഒരു പ്രാവശ്യം മാറിയ ടെക്സ്റ്റിലെ, ഈ ഒരു പ്രാവശ്യം മാറിയ ആ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എക്സാം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS, അതേപോലെ VFO, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, VFA എന്ന് പറയുന്ന ഒരു എക്സാം അല്ല. അതേപോലെ വിവസ്കോ LD പോലുള്ള എക്സാമുകൾ ഇനിയും വരാനിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ, നോട്ടിഫിക്കേഷനുകൾ ഓൾറെഡി ഡിസംബറിലേക്ക് വരുന്നുണ്ട്. കാരണം ഓരോ വർഷവുമാണ് ആ നോട്ടിഫിക്കേഷനുകൾ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു പരീക്ഷയ്ക്കെല്ലാം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ എത്രയും വേഗം പഠിച്ചു തീർക്കേണ്ട ഒന്നാണ് നമ്മുടെ മാറിയ SCRT. കാരണം മാറിയ SCRTയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ ഈ എക്സാമുകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ സയൻസ് മാത്രമല്ല, സോഷ്യൽ സയൻസിൽ നിന്നാണെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. സോഷ്യൽ സയൻസിൽ നിന്നാണെങ്കിലും പല ചോദ്യങ്ങളും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ SCRTയിൽ നിന്നാണ്. കണ്ടോ, അപ്പൊ പല ഉദ്യോഗാർത്ഥികളും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ നമ്മൾ പുതിയ ടെക്സ്റ്റ് മാറിയില്ലേ, ഇനി നമ്മൾ ആ ടെക്സ്റ്റ് ആണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് പലരും. തീർച്ചയായിട്ടും പുതിയ ടെക്സ്റ്റ് ബുക്കുകൾക്ക് നിങ്ങൾ ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല ചോദ്യങ്ങളും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചത്. പക്ഷെ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ ഒരുപാട് നല്ല കണ്ടന്റുകൾ നിങ്ങൾ ഓൾറെഡി അതിനകത്തുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഓൾറെഡി നല്ല കണ്ടന്റുകൾ ഉണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ആഡഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ PSC സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് എവിടെ നിന്നാണ്? നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അത്തരത്തില് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം, നമ്മുടെ ASMന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് നമ്മുടെ വാക്സിൻസുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ 5ാം ക്ലാസ്സിലെ മാറിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ മാറിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോ ചോദ്യങ്ങള് വരുന്നത് എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അല്ലെ. സോഴ്സ് നമുക്ക് മനസ്സിലായി, പുതിയ SCRTs ആണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസ്, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ സോഷ്യലിനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ മാറിയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, പല ചോദ്യങ്ങളും. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ SCRT പുതിയ ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. എങ്കിലേ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാറിയ ടെക്സ്റ്റ് ബുക്കുകൾ PSC ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഏതെല്ലാം ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത് 8ാം ക്ലാസ്സിലെ പാർട്ട് 1 ടെക്സ്റ്റ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. പാർട്ട് 2 ടെസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതില് നമ്മൾ ഏതെല്ലാം ചാപ്റ്ററുകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം? തീർച്ചയായിട്ടും നമ്മുടെ ഒന്നാമത്തെ അളവുകളും യൂണിറ്റുകളും നമ്മുടെ PSCയിൽ ഉള്ളതാണ് അല്ലെ. അളവുകളും യൂണിറ്റുകളും കൃത്യമായിട്ട് പഠിക്കണം. ചലനവും ബലവും ഫിസിക്സിൽ നിന്ന് നമ്മൾ പഠിക്കണം. മർദ്ദം നമ്മൾ പഠിക്കണം. മാറ്റങ്ങളുടെ രസതന്ത്രം പഠിക്കണം. മൂലകങ്ങളും സംയുക്തങ്ങളും പഠിക്കണം. ലോഹങ്ങളും അലോഹങ്ങളും പഠിക്കണം.
ഈ ഒരു ഭാഗത്ത് ആക്ച്വലി കൃഷിയുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എന്ത് ചെയ്യുക, ഇത് പഠിച്ചോണം. ജീവന്റെ ഉൽപാദനം, സോറി, ഈ ഒരു ചാപ്റ്റർ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇവിടെ 1, 2, 3, 4, 5, 6 ഇത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇതും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പിന്നെ ഇത് പഠിക്കണം, ഈ ഒരു ചാപ്റ്ററും പഠിക്കണം. എടാ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 3, 6, 7 ചാപ്റ്ററുകൾ വളരെ കൃത്യമായിട്ട് PSC ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. എടാ അതിലെ നമുക്കറിയാം, നമ്മുടെ ഇവിടെ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി ഇവിടെ ഒരു കോളം ഇട്ടിട്ടുണ്ടാവും അല്ലേ? ആ കോളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. എങ്ങനെ SCRT പഠിക്കാം? എടാ അപ്പൊ SCRT പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഓരോ ചാപ്റ്ററും വായിച്ച് ഒരു നോട്ട്ബുക്കിൽ ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കണം. എന്തിനാണ് ഇങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് റിവൈസ് ചെയ്യാനും വായിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനും എഴുതിയെടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ മൈൻഡിലേക്ക് ഇരിക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് ചുമ്മാ SCRT വായിച്ചു വിടാതെ ഒരു ചെറിയൊരു നോട്ട്ബുക്കിൽ ഷോർട്ട് നോട്ട് തയ്യാറാക്കി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി ഷോർട്ട് നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കുക. അപ്പൊ 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ചാപ്റ്ററുകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ PSC ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിരിക്കണം. അടുത്ത ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. 9ാം ക്ലാസ്സിലെ കഴിഞ്ഞ പ്രാവശ്യം മാറിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ അതിൽ ഏതെല്ലാം ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഇവിടെ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജീവൽ പ്രക്രിയ. അത് നമ്മുടെ ഫോട്ടോസിന്തസിസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടെങ്കിലും അവിടെ അനബോളിസം, മെറ്റബോളിസം തുടങ്ങിയ ബോഡി മെറ്റബോളിസത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഉപാപചയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗങ്ങൾ മാത്രം, അതായത് ഇതിലെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഒന്നാമത്തെ ചാപ്റ്ററിന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഒരു 4-5 പേജുകൾ മാത്രമേ ഉള്ളൂ. ആ പേജുകൾ മാത്രം എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാപ്റ്ററിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. രണ്ടാമത്തെ ദഹനവും പോഷണവും നമ്മുടെ സിലബസിൽ ഉള്ളതാണ്, പഠിച്ചോണം, വളരെ കൃത്യമായിട്ട് പഠിച്ചോണം. ശ്വസനവും വിസർജനവും അതും എന്ത് ചെയ്യണം, നമ്മുടെ സിലബസ് പ്രകാരം ഉള്ളതാണ്, അത് നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് പിന്നെ പഠിക്കേണ്ടത് ചലനത്തിന് പിന്നില് പ്രത്യുൽപാദന ആരോഗ്യം. വർഗീകരണം നമ്മൾ നോക്കണമെന്നില്ല. വർഗീകരണം നമുക്ക് നമ്മുടെ BSc സിലബസിന് അണ്ടറിൽ ആകാത്തുണ്ടാകും. വർഗീകരണം നോക്കണമെന്നില്ല. എങ്കിലും വർഗീകരണത്തിൽ നിന്റെ ആ ഒരു ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. ആ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുന്നത് ബെറ്ററാണ്. ഇതിൽ നിന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 3 ചാപ്റ്ററുകൾ, അല്ല 4 ചാപ്റ്ററുകൾ. ഒന്ന് പ്രത്യുൽപാദനം ആരോഗ്യം, ചലനത്തിനു പിന്നിൽ. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ്. പ്രത്യുൽപാദന ആരോഗ്യം, ചലനത്തിനു പിന്നില് ശ്വസനവും വിസർജനവും, ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന 4 ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കണമെന്നില്ല. ഈ ഒരു ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററും ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ 10ാം ക്ലാസ്സിലെ നിലവിലുള്ള 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, ഇവിടെ ജീവന്റെ ജനിതകം. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കിയിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം വന്നത്. കണ്ടോ, നമ്മൾ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞില്ലേ? ആ ഒരു ചോദ്യം വന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. പരിണാമത്തിന്റെ വഴികൾ, ആ ഒരു ഭാഗത്തില് പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ എന്താണ് ഈ ന്യൂറോൺ, അങ്ങനെയുള്ള തലച്ചോറ്, നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു വലിയൊരു ചാപ്റ്റർ ആണിത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ട് പഠിക്കണം. പിന്നീടാണ് സംവേദങ്ങൾക്ക് പിന്നിൽ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നത്, പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഇവിടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട, കണ്ണിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും ചെവിയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ 3 ചാപ്റ്ററുകൾ പഠിക്കണം. ഇത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ആണ്. സെക്കൻഡ് പാർട്ട് അവൈലബിൾ ആയിട്ടില്ല. സെക്കൻഡ് പാർട്ട് അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും ഏതെല്ലാം ചാപ്റ്ററുകൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സയൻസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 8, 9, 10 ഈ 3 ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്കുകൾ വളരെ ക്ലിയർ കട്ടായിട്ട് പഠിച്ചിരിക്കണം. പല ചോദ്യങ്ങളും വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് അല്ലടാ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് പല ചോദ്യങ്ങളും വരുന്നത്. ഇനി പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് SCRT-നെ മുൻനിർത്തി നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, പുതിയ SCRT-യിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് വരുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ ഇനിയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എടാ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന എക്സാമുകൾ എന്ന് പറയുന്നത് VFA ഉണ്ട്, വിവസ്കോ LD, കമ്പനി ബോർഡ് LGS, അതേപോലെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതേപോലെ CPO, അതെല്ലാം ഈ വർഷാവസാനം വിളിക്കാനിരിക്കുന്നതാണ്. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ നോട്ടിഫിക്കേഷനുകളെല്ലാം ഈ ഒരു വർഷം അവസാനം വിളിക്കാതിരിക്കുന്നത്. കാരണം യൂണിഫോം പോസ്റ്റുകൾ ഓരോ വർഷവും വിളിക്കുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇനി ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എക്സാമിനെ മുൻനിർത്തിയുമുള്ള കൃത്യമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ബേസിലുള്ള ഒരു സ്ട്രാറ്റജിയോടുകൂടെ പഠനം, കൃത്യമായിട്ട് എക്സാമ്പിൾ അറ്റൻഡ് ചെയ്തുള്ള പഠനം ആവശ്യമാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബാച്ച് 10th+2 ലെവൽ ബേസ് ചെയ്ത് ഏതെല്ലാം എക്സാമുകൾ വരുന്നുണ്ടോ
ആ എല്ലാം എക്സാമുകൾക്കും വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.